അതെ, ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞു തരാൻ കേട്ടോ. സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതുകണക്ക് തന്നെ സിനിമയൊക്കെ കാണുമ്പോഴത്തേക്കും വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നല്ല കാമായിട്ടിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് പറ്റിയ ഒരു ട്രിക്കുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ സിനിമകൾക്കിടയിൽ വരുന്ന പരസ്യങ്ങൾ അത് നമ്മളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടല്ലോ. പരസ്യം ഇല്ലാതെ എങ്ങനെ സിനിമ കാണാമെന്നുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഒരു ട്രിക്ക് അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. കാരണം എൻ്റെ വിചാരം ഇത് എനിക്ക് മാത്രം അറിയുന്നൊരു ട്രിക്കാണെന്നാണ്. എന്താണെങ്കിലും സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയാലോ. ഐശ്വര്യമായിട്ട് നമുക്ക് പ്രണവ് മോഹൻലാലിന് DS ഇറയിൽ നിന്ന് അങ്ങ് തുടങ്ങാം കേട്ടോ. എന്താണെങ്കിലും ഇത് ഓപ്പൺ ആക്കിയപ്പോൾ ഈ കാണുന്ന യെല്ലോകളൊക്കെ കണ്ടില്ലേ? ഈ യെല്ലോ കുത്തുകളെല്ലാം തന്നെ പരസ്യങ്ങളാണ് കേട്ടോ. 1, 2 അല്ല 3, 4 വരെ വരാം. നമ്മുടെ ക്ഷമ പരീക്ഷിക്കാൻ കയറി വരുന്ന ഈ പരസ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ സിനിമ കാണാനുള്ള മൂഡ് വരെ അങ്ങ് പോകില്ലേ. എന്താണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് സിനിമ അങ്ങ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പക്ഷേ തീർന്നില്ല, ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും വീണ്ടും പരസ്യം വരും. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ആരും വിളിക്കാനില്ലെങ്കിൽ മാത്രം ആ ഒരു ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മളുടെ വൈഫൈയും മൊബൈൽ ഡേറ്റയും ഓഫ് ആക്കി വെച്ചതിന് ശേഷം വളരെ ശാന്തമായിട്ടിരുന്ന് സിനിമ കാണുക. ഒരു പരസ്യം വരില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, സർവ്വമായൊക്കെ ഇനിയിപ്പോൾ വരാൻ കിടക്കുകയാണ്. എന്താണെങ്കിലും എൻ്റെ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പ്ലീസ് എന്നെ തല്ലരുത്. ബൈ.